കുട്ടു വാ പോവാം വാ. ഇൻജക്ഷൻ കഴിച്ചിനി പോവാല്ലോ. വാവത്ത് പിടിക്കാൻ പേടിയാ. കുട്ടു വാ പോവാം വാ. നമ്മളിന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാണേ. വേറൊന്നുമല്ല, നമ്മുടെ ചെറുക്കന് ഒരു 2 ദിവസമായിട്ട് ഒരു ചുറുചുറുക്കൊന്നുമില്ല, ഒരു എനർജി ഒന്നുമില്ല. ഫുള്ള് കിടപ്പും ആഹാരമൊന്നും കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടൊന്ന് കാണിക്കാം. അതിനാണ് നമ്മൾ ഈ ഇറങ്ങുന്നത്. പിന്നെ സച്ചിനുണ്ട്, സച്ചിൻ്റെ വണ്ടിയിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഓട്ടോയിൽ കയറാൻ ആദ്യം ആശാനെന്ന് മടിച്ചെങ്കിലും 2-3 തവണ നമ്മൾ പറഞ്ഞപ്പോൾ അവൻ ചാടിക്കയറി. നമ്മളങ്ങനെ ആശുപത്രിയിലോട്ട് പോവുകയാണ്. ഓട്ടോയുടെ സൗണ്ടും വൈബ്രേഷനും ഒക്കെ കേട്ട് മൊത്തത്തിൽ കുട്ടു ഒന്ന് പേടിച്ചിരിക്കുക. പക്ഷെ കുട്ടുവിനെക്കാട്ടിലും പേടി ഈ കാണുന്ന സച്ചിനാണ്. സച്ചിൻ അങ്ങനെ നായ്ക്കുട്ടന്മാരുമായിട്ടൊന്നും അങ്ങനെ വലിയ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് ഇതിനെല്ലാം പേടിയായി. എനിക്കും പേടിയായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഈ കുട്ടുചെറുക്കൻ വന്നതിന് ശേഷമാണ് എനിക്ക് ഇവന്മാരോടുള്ള പേടിയൊക്കെ മാറിയത്. അങ്ങനെ നമ്മൾ തൃക്കൊടുത്താനം ഗവൺമെൻറ് മൃഗാശുപത്രിയിലൊക്കെ എത്തി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമൊന്നും ഇല്ല. നമ്മളിവിടെ ഇറക്കിയിട്ട് സച്ചിൻ അവൻ്റെ ഓട്ടോ പാർക്ക് ചെയ്യാൻ പോയി. ഹോസ്പിറ്റലിൽ അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഡാഷിനത്തിൽപ്പെട്ട ഒരു നായ്ക്കുട്ടി മാത്രം ഡോക്ടർ അതിനായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കുട്ടൂന് ഇച്ചിരി ഇളക്കം വന്നു. അവൻ നല്ല കുറേയൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ചെറുക്കനെയും കയറ്റിയിരുത്തി. ഡീ കാണുന്ന ടേബിളിൽ വേണം ഇനി ഇവനെ പിടിച്ചിരുത്താൻ. ഇവൻ ഇതിൻ്റെ മണ്ടയ്ക്ക് അലമ്പില്ലാതിരിക്കുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ മൃഗാശുപത്രിയിലൊക്കെ വരുന്നത്. എന്തായാലും ചെറുക്കനെ പിടിച്ച് മണ്ടയ്ക്ക് കയറ്റിയിരുത്തി. അടങ്ങിയിരിപ്പുണ്ട്, അലമ്പൊന്നുമില്ല. പിന്നെ പേപ്പറൊക്കെ ഇച്ചിരി തള്ളി മാറ്റി അങ്ങനെ ഇരിക്കുകയാണ്. ഡോക്ടറെ വെയിറ്റ് ചെയ്താണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഡോക്ടർ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചെറുക്കൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അവൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനെല്ലാം വിവരിച്ച് കൊടുത്തു. ഡോക്ടറിൻ്റെ അടുത്ത് വിവരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറിനോട് അവൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പം പനിയുടെ ആയിരിക്കുമെന്ന്. അങ്ങനെ ടെമ്പറേച്ചറൊക്കെ നോക്കിയപ്പം ചെറുക്കന് പനിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മെയിൻ പ്രശ്നം ആഹാരം കഴിക്കാത്തതും എനർജി ഇല്ലാത്തതുമാണല്ലോ. അങ്ങനെ പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ ചെറുക്കന് ഒരു കുത്തും കൊള്ളണം, അതായത് ഒരു ഇഞ്ചക്ഷനും എടുക്കണം, പിന്നെ എന്തോ ഒരു പൊടിയും കൊടുക്കണം. അത് രാവിലെയും വൈകിട്ടും വെള്ളത്തിൽ എന്തെങ്കിലും കലക്കി കൊടുത്താൽ മതി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചെറുക്കൻ അങ്ങനെ കുത്തൊക്കെ കൊണ്ടിട്ട് നിൽക്കുക, കണ്ടില്ലേ. അങ്ങനെ ഇഞ്ചക്ഷൻ്റെ വേദനയെല്ലാം സഹിച്ച് ചെറുക്കൻ നിൽക്കുമ്പോഴാണ് അവിടുത്തെ ചേച്ചി വന്ന് പറഞ്ഞത് അടുത്ത ആൾക്ക് വേണ്ടി ടേബിളിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ ചെറുക്കനെ പൊക്കി മാറ്റി താഴത്തോട്ട് ഇറങ്ങി. അങ്ങനെ അവർ പറഞ്ഞ പോലെ അതിനടുത്തുള്ള ഒരു ചെറിയ മരത്തിൽ അവനെയും കിട്ടിയിട്ട് അടുത്ത മരുന്നിന് വേണ്ടി നമ്മളങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ അടങ്ങി നിന്നോളും, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൊണ്ടൊരു ഡാഷ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം കാണണമായിരുന്നു ചെറുക്കൻ്റെ ഇളക്കം. അങ്ങനെ നമ്മുടെ മരുന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് ഇവന് കൊടുക്കേണ്ടത്. ഇനിയിപ്പം നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുക്കൻ സച്ചിനെ നോക്കുകയാണ്. അവനാണെങ്കിൽ വണ്ടി എടുക്കാൻ പോയി. വന്ന വഴി മറക്കുന്നതല്ല നമ്മുടെ ചെറുക്കൻ. അതാ സച്ചിൻ താണ്ട വണ്ടിയെ വന്ന്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അധികം ദൂരം ഒന്നുമില്ല, ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി. ചെറുക്കൻ നേണ്ട പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ. അധികം നേരം ഒന്നും എടുത്തില്ല. അധികം നേരമൊന്നുമല്ല, ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ വീട്ടിലെത്തി. അത്രയ്ക്കുള്ളൂ ദൂരം. വല്യമ്മ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വല്യമ്മ പണി കഴിഞ്ഞ് വന്നപ്പം അവനെ കണ്ടില്ല. അതിൻ്റെ സങ്കടമൊക്കെയാണ് വല്യമ്മ പറയുന്നത്. അങ്ങനെ അവൻ കൂട്ടി കയറി. ഇനിയിപ്പോൾ അവന് മരുന്ന് കൊടുക്കാം. നമുക്കിനി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കണ്ടവൻ നോക്കുന്നുണ്ടോ, കുത്തൊക്കെ കൊണ്ടിട്ട് പാവം. അവൻ്റെ നോട്ടം കണ്ടോ. വല്യമ്മയോട് അവൻ്റെ സങ്കടമൊക്കെ പറയുകയാണ്. അവിടെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത കാര്യങ്ങളൊക്കെ. നമ്മൾ ആ സമയത്ത് അവൻ്റെ മരുന്ന് കൊടുക്കാനുള്ള പരിപാടി നോക്കാം. എന്തോ ഒരു പൊടിമരുന്നാണ്. അത് വെള്ളത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ കലക്കി അവൻ്റെ വയറ്റിൽ ചെന്നാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ഈ കാണുന്നതാണ് അവനുള്ള മരുന്ന്. ഇത് ആ വെള്ളത്തിൽ കലക്കി അവന് രാവിലെയും വൈകിട്ടും കൊടുക്കണം. അപ്പം അതിനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുട്ടൂനെയും ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മരുന്നെല്ലാം ഉണ്ടാക്കി അവന് കൊണ്ടുപോയി കൊടുത്തു. എല്ലാം കുടിച്ചതിന് ശേഷം അവൻ കിടക്കുകയാണ്. നല്ല ക്ഷീണം കാണും. നല്ലൊരു ഇഞ്ചക്ഷനും പിന്നെ ഈ മരുന്നും ഇന്നത്തെ യാത്രയും ഫുഡ് കഴിപ്പൊന്നും ഇല്ലല്ലോ. എല്ലാം കൊണ്ടും അവന് നല്ല ക്ഷീണമുണ്ട്. എന്തായാലും അവനിനി കിടന്നുറങ്ങട്ടെ. നമുക്കെന്തായാലും പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നാൽ ശരി.